രേണുസുധിയുടെ വിഷയം ആദ്യം ഹൈലൈറ്റ് ചെയ്തതോടുകൂടി തന്നെ എല്ലാവരും അനുമോൾക്ക് എന്തേ ലാലേട്ടൻ അനുമോളെക്കുറിച്ച് അനുമോൾ ഇറക്കി കാർഡുകളെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു എപ്പിസോഡേ കഴിഞ്ഞിട്ടുള്ളൂ. ലാലേട്ടൻ്റെ അടുത്ത എപ്പിസോഡ് ഇന്ന് വൈകിട്ട് എന്തായാലും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ദീസ് ഡേയ്സ് ലൈവ് എന്ന് പറയുന്നത് ഇല്ല. അപ്പം ഇനി അങ്ങോട്ട് ലാലേട്ടൻ വരുന്ന എപ്പിസോഡൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് ആ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ കാണാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഏതായാലും ശരി, നമ്മുടെ അനുമോളിനെ കുറിച്ച് ലാലേട്ടൻ എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞില്ല എന്നതിനെ കുറിച്ചൊരു വീഡിയോ ആണിത്. അനുമോളിനെ ആദ്യം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതൊരു ക്രെഡിറ്റ് പോലെയാണ്. അതായത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിനകത്തൊരു അയൽക്കൂട്ടം ഉണ്ട് എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അയൽക്കൂട്ടം എന്ന് പറയുന്ന വാക്ക് ലാലേട്ടൻ ഉപയോഗിച്ചത് വളരെ കറക്റ്റായി. കാരണം എന്താണ്, അപ്പാനി ശരത്തും അക്ബറും തമ്മിലുള്ള ഫുൾ ഒരു ഗ്രൂപ്പിസം, ആ ഗ്രൂപ്പിസത്തിനെ ഗ്രൂപ്പിസം എന്നല്ല, അങ്ങനെ ഒരു സ്ട്രാറ്റജി എന്നോ കാർഡെന്നോ അല്ല പറഞ്ഞത്. പകരം അത് അയൽക്കൂട്ടം എന്നുള്ള ആ ഒരു വേർഡ് യൂസ് ചെയ്തു. അതായത് സാധാരണ സ്ത്രീകളാണ് അയൽക്കൂട്ടം കൂടുക എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ അയൽക്കൂട്ടം വേർഡ് എന്ന് പറയുന്നത് പ്രേക്ഷകർ ഉപയോഗിച്ച വേർഡാണ്. അത് എന്തായാലും അപ്പോൾ അക്കാര്യം ആദ്യം നോട്ടീസ് ചെയ്തത് അനുമോളാണ്. അതുകൊണ്ട് അനുമോളിനെ അവിടെ ലാലേട്ടൻ ഒന്ന് എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ ആ അയൽക്കൂട്ടം പേര് കേട്ടപ്പോൾ തന്നെ കൈയടിക്കുന്നുണ്ട്. അത് അപ്പാനി ഇഷ്ടപ്പെടുന്നില്ല, അനുമോളിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഈ കാര്യമായിരുന്നു ആദ്യത്തേത്. രണ്ടാമത് അനുമോൾ പറഞ്ഞ ഒരു സംഭവം എന്ന് പറയുന്നത് മറ്റേ അക്ബർ രേണുസുധിയുടെ പേര് മോശം ഒരു പേര് ഉപയോഗിച്ചു, ഒരു വാക്ക് ഉപയോഗിച്ചു എന്നതുകൊണ്ട് രേണുസുധി ഭയങ്കരമായിട്ട് ട്രിഗർ ആവുകയും കരയുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ കരച്ചിൽ ഫേക്ക് ആണെന്നുള്ള രീതിയിൽ തന്നെയാണ് അനുമോൾ അവിടെ ബിഹേവ് ചെയ്തത്. അതിൻ്റെ വേറെ അർത്ഥമല്ല, അതായത് അത് രേണു ചേച്ചിക്ക് വിഷമം ഉണ്ടായത് കൊണ്ട് ഞാൻ ആശ്വസിപ്പിച്ചതാണെന്ന് അനുമോൾ അവിടെ ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ ലാലേട്ടൻ ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണോ ആശ്വസിപ്പിക്കുന്നത്, അത് എന്താണെന്നുള്ളത് അനുമോൾ പിന്നെ വിട്ടു പറഞ്ഞില്ല. അതൊരു കാർഡിൻ്റെ കാര്യമാണ്. അത് മറന്നുപോയവർക്ക് അല്ലെങ്കിൽ അത് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ രേണുസുധി അത് കരയുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു സമൂഹത്തിലെ എല്ലാ സ്ത്രീകളെയും വിധവകളെയും അമ്മമാരെയുമാണ് അക്ബർ അങ്ങനെ വിളിച്ചത് എന്ന് എടുത്തെടുത്ത് പറഞ്ഞാണ് രേണുസുധി കരഞ്ഞത്. അക്ബർ ഇന്റൻഷനലി അങ്ങനെ വിളിച്ചിട്ടില്ല എന്ന് ആ സമയത്ത് തന്നെ പറയുന്നുണ്ട്. ലാലേട്ടൻ്റെ മുന്നിലും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ അനുമോള് പറയുന്നുണ്ട്. അനുമോള് രേണു ചേച്ചിയെ ആശ്വസിപ്പിക്കുന്നതിൻ്റെ കൂടെ രേണു ചേച്ചിയോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്, ചേച്ചിയാണ് അക്ബർ അത് പറഞ്ഞത്, അപ്പോൾ ആ കാര്യം ചേച്ചിയുടെ മാത്രം കാര്യം സംസാരിച്ചാൽ മതി, അല്ലാതെ സ്ത്രീകളെയും വിധവകളെയും ഒന്നും ഇത് ബാധിക്കുന്നില്ല. വിധവകളെയൊക്കെ ഇവിടെ എന്തെങ്കിലും പറഞ്ഞോ, ചുമ്മാ അനാവശ്യമായിട്ട് അങ്ങനെ പറയരുത്, ചുമ്മാ വിധവ കാർഡ് എടുക്കല്ലേ എന്നാണ് അനുമോൾ അന്നേരം അവിടെ പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് സത്യത്തിൽ ലാലേട്ടൻ ചോദിച്ചത്. പക്ഷെ ലാലേട്ടൻ ആ ചോദിച്ചതിന് അനുമോൾ വ്യക്തമായ മറുപടി കൊടുത്തിട്ടില്ല. അതവിടെ അങ്ങ് സ്പ്ലിറ്റ് ആയി പോയി. അപ്പോൾ ആ കാര്യം ശരിക്കും പറഞ്ഞാൽ അനുമോൾ വ്യക്തമായിട്ട് പറഞ്ഞില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അത് പിന്നെ ലാലേട്ടൻ വ്യക്തമായിട്ട് ചോദിച്ചിട്ടില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അത് കറക്റ്റാണ് കേട്ടോ. അനുമോൾ ആ പറഞ്ഞ വാക്ക് ജസ്റ്റ് ഒരു കാർഡ് എന്ന് മാത്രം പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചു. അങ്ങനെയല്ലായിരുന്നു. അപ്പം രേണു ചേച്ചിയെടുത്ത് അന്നേരം അനുമോൾ ഞാൻ വല്ലതും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അനുമോൾ ആ സംസാരിച്ചതിൽ ആ ഒരു വിഷമം അല്ലെങ്കിൽ രേണു വിഷമിച്ചിരുന്ന സമയത്ത് കാർഡിൻ്റെ കാര്യം എടുത്തിട്ടത് അനുമോളാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, അനുമോളെ സംബന്ധിച്ചെടുത്ത് ജിസേലിനെ മേക്കപ്പൊക്കെ യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പണിഷ് ചെയ്യുന്ന രീതി നമ്മൾ കണ്ടു. അനുമോളും അതിനകത്ത് ബാധ്യസ്ഥയാണ്. അപ്പം നെവിന് ലിപ്സ്റ്റിക് ഒക്കെ കിട്ടുന്നതിനും, അതായത് നെവിൻ്റെ ഐറ്റംസ് ഒക്കെ കിട്ടുന്നതിന് മുന്നേ നെവിനും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഏതായാലും ശരി, അനുമോളും ജയിലിൽ കിടന്നപ്പോൾ പോലും ഒരു ലിപ്സ്റ്റിക് അല്ല ലിപ് ബാം എന്തോ കൊണ്ടുവന്ന് നെവിൻ അനുമോൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ അതൊന്നും അവിടെ സംസാരിച്ചിട്ടില്ല. അനുമോളും നിയമം ലംഘിച്ചിട്ടുണ്ട്, അതവിടെ സംസാരിച്ചിട്ടില്ല. അത് മൂന്നാമത്തെ കാര്യം. പിന്നെ അടുത്തൊരു പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അനുമോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അവിടെ നടന്ന വഴക്കുകളൊന്നും ആദ്യത്തെ കരച്ചിൽ കാർഡ് ഇറക്കിയത് അനുമോളാണ് എന്ന് പറയുന്നുണ്ട്. ഐ ആം സോറി, എനിക്ക് അനുമോൾ അവിടെ കരച്ചിൽ കാർഡ് ഇറക്കിയതായിട്ട് തോന്നിയിട്ടില്ല. അതായത് ഷാനവാസ് നന്നായിട്ട് പ്രൊവോക്ക് ചെയ്തു, അനുമോൾക്ക് കരയേണ്ടി വന്നു. കാരണം അനുമോളുടെ ഭാഗത്തായിരുന്നു ശരി. ഇനി അത് മാത്രമല്ല, ജയിൽ നോമിനേഷൻ വന്ന സമയത്തും അനുമോൾക്ക് വിഷമം തോന്നിയിരുന്നു, അനുമോൾ കരഞ്ഞിരുന്നു. പിന്നെ ജയിൽ നോമിനേറ്റ് ചെയ്ത് ജയിലിനകത്ത് പോയപ്പോൾ അപ്പാനി ശരത്തും അനുമോളും ജയിൽ നിയമം ലംഘിച്ചു. അത് നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള അനീഷ് പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ ജയിലിനകത്ത് കിടന്നിട്ട് അനുമോൾ നടത്തിയ കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ബഷീറും
ബഷീറിൻ്റെ നോവൽ വെച്ചിട്ട് അപ്പാനി ശരത്തും അനുമോളും കൂടെ ഒരു റീക്രിയേറ്റ് സംഭവം സ്കിറ്റ് പോലെ ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. പിന്നെ അതുപോലെ ജയിലിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയ സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ രാത്രി ഒളിച്ചിരുന്ന സംഭവം ഉണ്ടായിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒളിച്ചിരുന്ന ജയിൽ ചാടിയ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജയിലിൽ വെച്ച് അനീഷും അനുമോളും തമ്മിലൊരു വലിയ പോരുണ്ടാവുന്നുണ്ട്. അതിനകത്ത് അപ്പാനി ശരത്താണ് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഏകദേശം അനുമോളിനെ കുറിച്ച് സംസാരിക്കാനുള്ള വിഷയങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ നമുക്ക് ഇന്നത്തെ ഒരു ദിവസവും കൂടി നോക്കിയിട്ട് സംസാരിച്ചില്ലല്ലോ എന്ന് പറയാം. കാരണം ഇന്നും ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ്. അപ്പോൾ ഉറപ്പായിട്ടും അനുമോൾക്ക് കേൾക്കാനുണ്ട്, ഇനിയും കേൾക്കാനുണ്ട്. എല്ലാം കൂടെ ഒറ്റ എപ്പിസോഡിൽ പറയില്ലല്ലോ. അപ്പോൾ കാത്തിരുന്ന് കാണാം. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാച്ച് ചെയ്യുക. ബൈ.